അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ. കരാർ ഒപ്പിട്ട് മണിക്കൂറുകൾക്കകം ബുധനാഴ്ച പുലർച്ചെ ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇതോടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിലായി. US, ഇസ്രായേൽ, ഇറാൻ എന്നീ രാജ്യങ്ങളുൾപ്പെടെ 2 ആഴ്ചത്തെ വെടിനിർത്തലാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ ചർച്ചകൾ തുടങ്ങാനിരിക്കെയാണ് ഈ തിരിച്ചടി. ഹോർമൂസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്നും ആക്രമണങ്ങൾ നിർത്തണമെന്നുമായിരുന്നു പ്രധാന വ്യവസ്ഥകൾ. ഇറാൻ ഈ വ്യവസ്ഥകൾ അംഗീകരിച്ചതായി അറിയിച്ചിരുന്നു. കരാർ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രായേലിൽ വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ നിലച്ചില്ല. തെക്കൻ ഇസ്രായേലിൽ മിസൈലുകൾ പതിച്ചതായും ചിലർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിൽ മാത്രമല്ല, സൗദി അറേബ്യയിലെ ജുബൈൽ മേഖലയിലെ പെട്രോ കെമിക്കൽ പ്ലാന്റിന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ UAEയിലും മിസൈൽ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് കേവലം ഇസ്രായേൽ ഇറാൻ തർക്കമല്ലെന്നും ഒരു പ്രാദേശിക യുദ്ധമായി മാറിക്കഴിഞ്ഞെന്നും സൂചിപ്പിക്കുന്നു. യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ശത്രുക്കളുടെ ഏത് നീക്കത്തിനും ശക്തമായ മറുപടി നൽകുമെന്നും ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞിരുന്നെങ്കിലും പുതിയ ആക്രമണങ്ങൾ വിപണിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ വൈറ്റ് ഹൌസോ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.